അത് കെട്ടിടം മൊത്തം പോയിട്ടുണ്ട്, മോൾ ഭാഗത്തൊക്കെ വിട്ടിട്ടുണ്ട്. അത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നാളത്രയും പെരുമഴയാണ്. ദുരിതപ്പെയ്ത്ത് മാത്രമല്ല, മാരക പ്രഹരശേഷിയിൽ കാറ്റടിക്കുന്നു, വലിയ മരങ്ങൾ കടപുഴകുന്നു, മതിലുകൾ ഇടിയുന്നു. അങ്ങേയറ്റം ഭാഗ്യം കൊണ്ടാണ് പലപ്പോഴും പലയിടത്തും അപകടങ്ങൾ ഒഴിവായി നിന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സൂക്ഷിക്കേണ്ട സമയമാണ്. ഇക്കഴിഞ്ഞ 4 ദിവസങ്ങളിൽ മാത്രം മഴ മരണങ്ങൾ 16ആണ്. മാറിവരുന്ന മഴ മുന്നറിയിപ്പിൽ ഏറ്റവും ഒടുവിൽ കാസർഗോഡ് കൂടി ചുവന്ന അലർട്ടിലേക്ക് മാറുന്നതോടെ കണ്ണൂരും വയനാടും അടക്കം 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കേരളം അങ്ങനെ മഴ ദുരിതപ്പെടുമ്പോൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്യൽ പ്രസക്തമല്ലെന്നാണ് തോന്നൽ. അതിശക്ത കാറ്റിനൊപ്പം പെരുമഴ തുടരുമ്പോൾ കേരളം സൂക്ഷിക്കേണ്ടത്, കരുതിയിരിക്കേണ്ടത് എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. കിസാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹസാഡ് അനലിസ്റ്റ് ശ്രീ ഫഹദ് മർസൂഖ്, ഡോക്ടർ പത്മനാഭ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അതിനു മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ കൂടിയുണ്ട്. ആദ്യം ഞാൻ സുർജിത്തിലേക്ക് ഒന്ന് പോകുന്നു. സുർജിത്ത്, വയനാട് കാര്യങ്ങൾ പറയുകയാണ്. വയനാട് രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ തുള്ളിക്കൊരു കൂടം എന്ന മട്ടിൽ പെരുമഴ പെയ്ത്താണ്. ഞാൻ സജോയിലേക്ക് ഒന്ന് വരാം. സജോ, ഏറ്റവും ഒടുവിൽ അവിടെ 71 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന വാർത്തയാണ്. 4 ക്യാമ്പുകൾ കൂടി തുറക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലെ മഴ അപ്ഡേറ്റ് കണ്ണൂർ? സജോ. ഹാഷ്മി, കണ്ണൂരിനെ സംബന്ധിച്ച് മഴയുടെ ലഭ്യത എന്നത് വളരെ ഉയർന്ന നിരക്കിലാണ്. അതായത് എത്ര സമയം മഴ പെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി എത്ര അളവിൽ ലഭ്യമാകുന്നു എന്നത് തന്നെയാണ് കണ്ണൂരിനെ സംബന്ധിച്ച്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. തുടർച്ചയായി ഉയർന്ന അളവിൽ മഴ ലഭ്യമാകുന്നു എന്നതാണ്. ഏറ്റവും ഒടുവിൽ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. 71 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതുകൂടാതെ 53 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിലായും 2 വീതം ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഒപ്പം ഇന്നത്തെ മാത്രം നഷ്ടക്കണക്കുകൾ കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. 3 വീടുകൾ പൂർണ്ണമായും, 24 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. അത് ഇന്നത്തെ മാത്രം കണക്കാണ്. അത് ജൂൺ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 200-ലധികം വീടുകളാണ് ഈ ജൂൺ 1 മുതലുള്ള കണക്ക് വരികയാണെങ്കിൽ ഭാഗികമായി 242 വീടുകൾ ഭാഗികമായി തകർന്നു. 13 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നതാണ് ജൂൺ മാസം മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ എന്ന നിലയ്ക്ക് വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തൊരു പ്രധാനപ്പെട്ട ഒരു സംശയം ഉയരുന്നത് ജില്ലാ അതിർത്തിയായ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായ ഒരു സംശയമുണ്ട്. ജില്ലയിലെ മലയോര മേഖലകളിലെ മിക്കവാറും പുഴകളും തോടുകളും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. ആറളം പുഴ കരകവിഞ്ഞൊഴുകുന്നു. അവിടെ പാലപ്പുഴ പാലം മുങ്ങി. ഒപ്പം നുച്ച്യാട് പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. അവിടെ മണിക്കട ടൗണിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. വീടുകളിലും വെള്ളം കയറി. വളവട്ടണം പുഴയിലേക്ക് ഒപ്പം പഴശ്ശി ഡാം കൂടി പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. വളവട്ടണം പുഴയിലെ ജലനിരപ്പും ക്രമാതീതമായി ഉയരുകയാണ്. അങ്ങനെ മലയോര മേഖലകളിലെ മിക്കവാറും തോടുകളിലെ ജലനിരപ്പ് കുതിച്ചുയരുന്നുണ്ട്. മലവെള്ളപ്പാച്ചിൽ ശക്തമാണ് മിക്കവാറും ഇടങ്ങളിൽ. അതുപോലൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കയിടങ്ങളിലും അതിശക്തമായ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ്. അത് നഗരത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ താഴെച്ചുവ, ഇളയാവൂർ, താഴെച്ചുവ, വെറ്റിലപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഒപ്പം കൂത്തുപറമ്പിലെ എടയാർ മേഖല, അങ്ങനെ ഒപ്പം തലശ്ശേരിയുടെ ചമ്പാട്, കൂരാറ ഉൾപ്പെടുന്ന മേഖല, അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ മിക്കയിടങ്ങളും വലിയ തോതിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ്. ആ ഇടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കേണ്ട നിലയാണുള്ളത്. ചെറുപുഴയാണെങ്കിൽ കോഴിച്ചാൽ മേഖലയിൽ
പാലം തകർന്ന് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരുന്നു. അവരെയും സുരക്ഷിതമായി നീക്കാനായി 1.5 മാസം പ്രായമുള്ള ഒരു കുരുന്നിനെ അടക്കം അവിടെ നിന്ന് സുരക്ഷിതമായി നീക്കാൻ കഴിഞ്ഞു. അതും ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഒപ്പം ജില്ലയിൽ ഇപ്പോഴും ഞാനിപ്പോൾ ഈ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അതിശക്തമായ മഴ ജില്ലയുടെ വിവിധയിടങ്ങളിൽ ലഭ്യമാവുകയാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നില്ല, പക്ഷേ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. ഒപ്പം ഈ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മിക്കവാറും പുഴകളിലൊക്കെ അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ പുഴ കരകവിയാനുണ്ട്. ഒപ്പം മിക്കവാറും ഇടങ്ങളിൽ ഗതാഗത തടസ്സമുണ്ട്. മരങ്ങൾ കടപുഴകിയും അല്ലാതെ മതിലുകൾ ഇടിഞ്ഞും കൂടുതൽ മതിലുകളും കെട്ടുകളും ഒക്കെ ഇടിഞ്ഞ് കൽക്കെട്ടുകളും മറ്റും ഇടിഞ്ഞ് വീടുകൾക്ക് മുകളിൽ പതിച്ചുമൊക്കെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മിക്കവാറും ഇടങ്ങളിൽ പലയിടത്തും മട്ടന്നൂർ നായിക്കാലിയിൽ ഒരു റോഡിൻ്റെ ഒരു ഭാഗം തന്നെ തകർന്നു, ഭാഗികമായി തകർന്നു. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും ഇടങ്ങളിൽ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ നിരവധി. ഒപ്പം നമ്മളിപ്പോൾ അഞ്ചരക്കണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു മതിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് തകർന്നു വീഴുകയാണ്. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ആ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. തലനാരിഴയ്ക്കാണ് ആ കുരുന്നുകൾ രക്ഷപ്പെട്ടത്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ കുരുന്നുകൾ ഓടി മാറി, അല്ലെങ്കിൽ അതൊരു വലിയ അപകടത്തിൽ പര്യവസാനിച്ചേനെ. അങ്ങനെ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ, ഒപ്പം അതിശക്തമായ പുഴകൾ കരകവിഞ്ഞ് വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. മിക്കവാറും കൃഷിയിടങ്ങൾ, വീടുകളിലൊക്കെ വെള്ളം കയറുന്നു. അങ്ങനെ ജില്ലയെ സംബന്ധിച്ച് ദുരിതം പെയ്യുന്നു, അക്ഷരാർത്ഥത്തിൽ ദുരിതം പെയ്യുന്നു. കണ്ണൂർ കാര്യങ്ങൾ പറയുകയായിരുന്നു. റെഡ് അലർട്ടാണ് അവിടെ സജോ ദേവസ്വമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വയനാടൊന്ന് പോയിട്ട് നമ്മുടെ അതിഥികളിലേക്ക് പോകും. ഞാൻ സുർജിത്തയിലേക്ക് പോകും. സുർജിത്ത്, വയനാട് ഇങ്ങനെ തോരാതെ നിൽക്കുന്ന അടമഴ കാണുമ്പോൾ എത്ര അരുത് എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആ പുത്തുമലയിലെ വല്ലാത്ത ഓർമ്മകളൊക്കെ ഓടി വരുന്നു. അത് എന്താണ് നിലവിലെ സാഹചര്യം ഈ രാത്രിയും എന്ന് പറഞ്ഞാൽ? അവിടെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് മഴ പെയ്ത്തല്ല, പക്ഷെ പെയ്യുന്ന സമയത്ത് ഭീമാകാരമായ തോതിൽ അങ്ങ് മഴ വീഴുകയാണ്. ആ തീവ്ര മഴ തുടരുന്നുണ്ടോ സുർജിത്ത് വയനാട്? ഹാഷ്മി, നിലവിൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ ഉച്ച വരെയുള്ള സമയത്ത് ഇടവിട്ട് മഴ പെയ്യുകയായിരുന്നു. ഇടവിട്ട് മഴ പെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ശക്തമായ മഴപ്പെയ്ത്തിനാണ് ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചത്. ഇന്നലെയും സമാനമായ സ്ഥിതി തന്നെയായിരുന്നു. ഇന്നലെ രാത്രി പുലർച്ചെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഇവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വെള്ളക്കെട്ടിലാണ്. ഈ വെള്ളമെല്ലാം ഒഴുകിയെത്തുന്നത് ഒരു ഭാഗത്തെ കബനിപ്പുഴയിലാണ്, ഒരു ഭാഗത്ത് ചാലിയാറിലേക്കാണ്. ചാലിയാറിനെ ബാധിക്കുക നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. അത് ചാലിയാറിനെ ബാധിക്കും. മേപ്പാടി ഭാഗത്തു നിന്നും ഒഴുകുന്ന വെള്ളമെല്ലാം തന്നെ ചാലിയാറിലേക്കാണ് പോകുന്നത്. ഈ ഭാഗത്ത് വരുമ്പോൾ, അതായത് കൽപ്പറ്റയ്ക്ക് ഇപ്പുറമുള്ള ഭാഗത്ത് വരുമ്പോൾ പനമരം പുഴയും ചെറുപുഴയും അതോടൊപ്പം തന്നെ മറ്റ് പുഴകളും എല്ലാം ചേരുന്നത് കബനിയിലേക്കാണ്. നൂൽപ്പുഴ അടക്കം, കല്ലൂർ പുഴ അടക്കം എല്ലാം നേരെ ചേരുന്നത് കബനിയുടെ ഭാഗമായുള്ള കബനിയിലേക്കാണ് ചേരുന്നത്. ഈ കബനി കടന്നു പോകുന്ന വഴിയിലെല്ലാം തന്നെ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയുണ്ടായി. നെൽവയലുകളും പുഴയും എല്ലാം തന്നെ ഒരുമിച്ച് ആകുന്ന അവസ്ഥ, മാത്രമല്ല റോഡുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ, ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചതാണ്. വള്ളിയൂർക്കാവിൻ്റെ വയൽ മേഖല, കാവുമായി ബന്ധപ്പെട്ടുള്ള വയൽ മേഖല മുഴുവൻ പൂർണ്ണമായും വെള്ളത്തിലാണ്. അവിടേക്ക് എല്ലാം തന്നെ കബനിപ്പുഴ, മാനന്തവാടിപ്പുഴ കരകവിഞ്ഞ് കയറി. ഒപ്പം തന്നെ തലപ്പുഴയിൽ, പേരിയയിൽ, അതോടൊപ്പം നിരവിൽപ്പുഴയിൽ, അങ്ങനെ വരുമ്പോൾ ഈ കൽപ്പറ്റ നഗരത്തിൽ തന്നെയുള്ള മണിയങ്കോട്, അങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ, പനമരത്ത് മാത്രമല്ല ഇവിടെ എല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ അമരുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്നുണ്ടായത്. ബീച്ചനഹള്ളി ഡാം തുറന്നു വെച്ചിട്ടുണ്ട്. കബനിപ്പുഴ നേരെ ചെല്ലുന്നത് എച്ച്.ഡി. കോട്ടയിലെ, കർണാടകത്തിന്റെ ഭാഗമായ എച്ച്.ഡി. കോട്ടയിലെ ബീച്ചനഹള്ളി ഡാമിലേക്കാണ്. അവിടെ 60,000 ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് തള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ക്രമീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. അത്രമാത്രം മഴ പെയ്ത്തിനാണ് ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചത്. മാത്രമല്ല ഈ പലയിടങ്ങളിലും ചില അപകടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ദേശീയപാത, മുത്തങ്ങ ദേശീയപാത വഴി വനത്തിലൂടെ കടന്നു പോകുന്ന പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതുമൂലം ഇന്നലെ മുതൽ തന്നെ ഭാഗികമായി ഗതാഗതം സ്തംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിനിടയ്ക്കാണ് മരം പൊട്ടി വീഴുന്നത്. മരം പൊട്ടി വീണ് ഗതാഗതം സ്തംഭിക്കുന്ന നിലയുണ്ടായി. ഇന്ന് ചില കാഴ്ചകൾ കൂടി കണ്ടു. അതായത് വള്ളിയൂർക്കാവിൽ ഒരു ഉത്തരേന്ത്യൻ കുടുംബം വീടിനകത്ത് പോയി പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ വെള്ളക്കെട്ടിൽ അമർന്നു. ഇവരെ രക്ഷിക്കാൻ എത്തിയത് ഒരു യന്ത്ര സഹായത്താലാണ്. JCB ഉപയോഗിച്ചുകൊണ്ട് അവരെ പുറത്തേക്ക് എടുക്കുന്ന ഒരു കാഴ്ചയ്ക്കും ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ പേരിയ, തലപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ DYFIയുടെ യൂത്ത് ബ്രിഗേഡും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ അവശനിലയിലെല്ലാം കഴിയുന്ന രോഗികളൊക്കെയായ ആളുകൾ വീടുകളിലുണ്ട്, അവരെല്ലാം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഇടപെടൽ വഞ്ചി ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. ചില റോഡുകൾ തകർന്നിട്ടുണ്ട്. ചേരിയങ്കൊല്ലി കോളനിയിലേക്കുള്ള റോഡ് തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മഴ പെയ്ത് തുടരുകയാണ്. കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുവരെ 300-ലധികം കുടുംബങ്ങളാണുള്ളത്. 1002ഓളം പേരാണ് 26 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഉള്ളത്. പുത്തുമലയുടെ അനുഭവം നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയാണ്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളോടെല്ലാം തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചിലർ ഒഴിഞ്ഞു പോകാത്ത സ്ഥിതിയും ഇന്ന് സാക്ഷ്യം വഹിച്ചു. ഒരു ഗോത്ര കുടുംബം കള്ളാടിപ്പുഴയുടെ തീരത്ത് ഇങ്ങനെ മഴ പെയ്യുമ്പോഴും ഒരു ഭാഗത്ത് പുഴ ആർത്തലച്ച് ഒഴുകുമ്പോഴും അവർ മാറാൻ തയ്യാറാകുന്നില്ല. പിന്നീട് പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും എല്ലാം തന്നെ ഇടപെടലിനെ തുടർന്നാണ് അവരെ സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് അവരുടെ ബന്ധുവീട്ടിലേക്ക് മാറ്റാൻ വേണ്ടി തയ്യാറായത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. എന്തിനും സജ്ജമായിരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് നാളെ ഓറഞ്ച് അലേർട്ടാണ്. മഴ എത്രത്തോളം ഉണ്ടാകുമെന്ന് അറിയില്ല. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. നമ്മൾ കാസർഗോഡ് പോകുന്നു. കാസർഗോഡ് ആണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മൂന്നാമത്തെ ജില്ലയിലൊന്ന്. കാസർഗോഡ് പോയിട്ട് നമുക്ക് അതിലേക്ക് വരാം. സമീർ ബിൻ കരീമുണ്ട്. സമീർ സി മുഹമ്മദാണ്. സമീർ, കഴിഞ്ഞ 24 മണിക്കൂർ നമ്മൾ കാസർഗോഡും കണ്ടത് അതിശക്തമായ വല്ലാത്ത പെയ്ത്ത് നമ്മൾ കണ്ടു. പലയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് കണ്ടു. ഒരുപക്ഷെ അതുകൂടി കാണുന്നതുകൊണ്ടാണല്ലോ ഏറ്റവും ഒടുവിൽ നാളത്തെ റെഡ് അലർട്ട് പട്ടികയിലേക്ക് കാസർഗോഡ് കൂടി കയറി വരുന്നത്. എന്താണ് നിലവിലെ അവിടുത്തെ അവസ്ഥ സമീർ? ഹാഷ്മി, നമ്മൾ കണ്ടതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നു. കാസർഗോഡ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. 4 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 2 വീടുകൾ ഭാഗികമായും തകർന്നിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നാളെ ജില്ലയിലെ സ്കൂളുകൾക്ക്, വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. അതേസമയം കോളേജുകൾക്ക് അവധി ബാധകമായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി ജില്ലാ കളക്ടർ അറിയിക്കുന്നുണ്ട്. ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പ്രധാനമായും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരപ്പ, ക്ലായിക്കോട് മേഖലകളിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. വെള്ളരിക്കുണ്ട്, ചൈത്രവാഹിനി പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരുവശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഒപ്പം പ്ലാച്ചിക്കര അട്ടക്കാട് പാലം ഇതിനോടകം തന്നെ മുങ്ങിയിട്ടുണ്ട്. അതിലൂടെ കാൽനടയായോ മറ്റ് വാഹനങ്ങൾ വഴിയായോ ആരും തന്നെ കടന്നു പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം വിളിച്ചു വരുത്തുന്ന വിധത്തിൽ ആരും തന്നെ ആ ഭാഗത്തൂടെ കടന്നു പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. ഒപ്പം തീരമേഖലയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമുള്ളത്. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. വലിയ വള്ളങ്ങളിൽ ഇപ്പോൾ മീൻപിടുത്തമില്ല. പക്ഷേ ചെറിയ വള്ളങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്, ജാഗ്രത പാലിക്കണം. മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. കൂടാതെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിലും ഇന്നലെ മുതൽ തന്നെ അതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം തുടരുകയാണ്. കൂടാതെ മറ്റ് ഹിൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിടാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ജില്ലയിലെ ഇത്തരത്തിലുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നു. വലിയ ഒരു ഭീതിജനകമായ ഒരു സാഹചര്യം മഴ തുടരുന്ന ഘട്ടത്തിലുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും സ്വീകരിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ വീടുകൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഹാഷ്മി. ഓക്കെ, സമീർ സി മുഹമ്മദാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച 3 ജില്ലകളെ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മൾ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ. ബാക്കിയുള്ളവരിലേക്ക് എത്താം. അതിന് മുമ്പ് ഡോക്ടർ അഭിലാഷ്, ഇവിടെ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നുണ്ട്. വടക്കൻ കേരള തീരം തൊട്ട് തെക്കൻ ഗുജറാത്ത് തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തിയാണ്. അപ്പം മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിലാണ് ഇപ്പോൾ തോരാ പെയ്ത്തെങ്കിൽ നാളെ മുതലൊക്കെ മധ്യ തെക്കൻ കേരളത്തിലും മഴയാണെന്നാണ് പ്രവചനം. കാലവർഷം അതിൻ്റെ ഒരു ആക്റ്റീവ് സെഷനിലാണ് എന്ന് വിലയിരുത്താവോ ഡോക്ടർ അഭിലാഷ്? കാലവർഷം അതിൻ്റെ ഒരു സജീവ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ഏകദേശം ഒരു 14-ാം തീയതി തുടങ്ങിയ ഒരു മഴയാണ്. അതിൻ്റെ പീക്ക് മഴയെന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നെയാണ് ഉണ്ടായത്, ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ദിവസം. അത് കഴിഞ്ഞിപ്പോൾ മഴയൊന്നും കുറയുന്ന ഒരവസരമാണ്. എന്നിരുന്നാൽ പോലും വടക്കൻ കേരളത്തിൽ ഈ ഒരു ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനം വടക്കൻ കേരളം തൊട്ട് ഗുജറാത്ത് തീരം വരെ നിലനിൽക്കുന്നതുകൊണ്ടാണ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോഴും മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ന്യൂനമർദ്ദം ഇപ്പോൾ ഒഡീസ തീരത്തിന് സമീപത്താണ് ഫോം ചെയ്തിട്ടുള്ളത്. അത് ക്രമേണ അത് ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പക്ഷേ മഴയുടെ ഇൻറ്റൻസിറ്റി നാളെ മുതൽ ഒരു 19-ാം തീയതിക്ക് ശേഷം ഇത് കുറഞ്ഞു വരുന്ന ഒരു പാറ്റേൺ ആണ് കാണുന്നത്. ഡോക്ടർ, നമ്മളിപ്പോൾ നമുക്ക് കിട്ടിയ മഴയുടെ കണക്ക് നോക്കിയാൽ അങ്ങനെ ഒരുപാട് മഴ ഈ ദിവസങ്ങളിൽ പെയ്തിട്ടില്ല.
എന്നാൽ പെയ്യുന്ന മഴയുടെ തോത് ഭീകരമാണ് താനും. അത് നമുക്കൊരു പുതിയ അനുഭവം അല്ല എങ്കിൽ കൂടിയും ഈ വർഷത്തേക്ക് എത്തുമ്പോൾ പോയ വർഷത്തേക്കാൾ കൂടുതൽ ആ ഒരു ട്രെൻഡ് മഴയിൽ കുറച്ചുകൂടി സജീവമാവും തോന്നുന്നു ഡോക്ടർ അഭിലാഷ്. അത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് നമ്മുടെ മഴപ്പെയ്ത്തിൻ്റെ രീതി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു 2 മാസത്തെ മഴക്കുറവൊക്കെ ഒരു സ്പെല്ല് കൊണ്ട് പരിഹരിക്കുന്ന തരത്തിൽ. ഇപ്പോൾ 2019 ആഷ്മി സൂചിപ്പിച്ചതുപോലെ കവലപ്പാറ പുത്തുമല റീജിയനിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായ സമയത്ത് ഓഗസ്റ്റ് 1 വരെ മഴക്കുറവ് 36%. അതിൽ നിന്നാണ് ആ മഴക്കുറവ് ഒരു 2 സ്പെല്ല് കൊണ്ട് മഴ കൂടുതലായി മാറിയത്. അപ്പോൾ ആ ഒരു സ്പെല്ലിലാണ് കവലപ്പാറ പുത്തുമലയിലൊക്കെ പ്രശ്നങ്ങളുണ്ടായത്. അതോടെ തന്നെ ഈ വർഷവും അതേ സാഹചര്യം തന്നെയായിരുന്നു. ജൂൺ മാസം ഒരു 20-22 ആയപ്പോഴേക്കും 46% മഴക്കുറവിൽ നിന്ന് ഇപ്പോൾ ഇന്നത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 12% മഴക്കുറവിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ഇന്നത്തെ മഴയും കൂടെ കാണുമ്പോൾ അത് 10% താഴെയായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ വലിയ മഴക്കുറവ് 1-2 സ്പെല്ല് കൊണ്ട് പരിഹരിക്കുന്ന തരത്തിലേക്ക് മഴപ്പെയ്ത്തിൻ്റെ രീതി മാറുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതോടൊപ്പം നമ്മൾ ഈ കേരളത്തിൽ ഈ ഒരു സ്പെല്ലിൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ട മറ്റൊരു അപകടം എന്ന് പറയുന്നത് മഴയെക്കാളിലും കൂടുതൽ കാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് മഴ കൂടുതലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് വടക്കൻ കേരളത്തിലാണ്. ഏകദേശം മലപ്പുറം ജില്ലയ്ക്ക് വടക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ് മഴ കൊണ്ടുള്ള കൂടുതൽ പ്രശ്നങ്ങളുണ്ടായത്. പക്ഷേ മഴയും കാറ്റും ചേർന്നുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് കേരളത്തിൽ നമ്മൾ ദൃശ്യമായിട്ടുണ്ട് ഈ ഒരു സ്പെല്ലിൽ. അത് ജില്ല തിരിച്ചെന്നുള്ളതല്ല, തെക്കൻ കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകളിൽ കാറ്റുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മൺസൂൺ സജീവ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരങ്ങളിലാണ് പ്രത്യേകിച്ചും കാറ്റിൻ്റെ വേഗത ഒരു 50-55 കിലോമീറ്ററിലേക്ക് ഉയരുന്നത്. ഈ 55 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു സൈക്ലോൺ ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന കാറ്റിൻ്റെ ശക്തിയാണ് ഏകദേശം 55-60 കിലോമീറ്റർ വേഗത, കാറ്റിൻ്റെ വേഗത എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ മഴപ്പെയ്ത്തിൻ്റെ രീതി, മഴമേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. അത് നമ്മൾ കുറേ നാളായിട്ട് 2019 കവലപ്പാറ പുത്തുമല ഇവൻറ്റിന് ശേഷം നമ്മൾ നോട്ടീസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത വലിയൊരു പ്രശ്നമാണ് മഴമേഘങ്ങളുടെ, പ്രത്യേകിച്ചും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് രൂപം കൊള്ളുന്ന മേഘങ്ങളുടെ ഘടനയിൽ വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. പണ്ട് കാലഘട്ടത്തിൽ ഇത്തരം കൂമ്പാര മേഘങ്ങൾ അല്ലെങ്കിൽ കട്ടികൂടിയ മേഘങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊങ്കൺ തീരമേഖലയിലായിരുന്നു. അതുകൊണ്ടാണ് കൊങ്കൺ പ്രദേശങ്ങളിൽ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ പണ്ട് കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ആ ഒരു റീജിയൻ കുറച്ചുകൂടി സൗത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ നോർത്തേൺ കേരളത്തിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ്. കാരണം ഇത്തരം കട്ടുകൂടിയ മേഘങ്ങൾ കൂടി ഈ ഒരു കാറ്റിനോടൊപ്പം വരുന്നത് കൊണ്ടാണ് ഏകദേശം എല്ലാ പ്രദേശങ്ങളിലും ഈ മിന്നൽ ചുഴി എന്നൊക്കെ നമുക്കിതിനെ പറയാൻ സാധിക്കില്ല. മിന്നൽ ചുഴിയൊക്കെ ഉണ്ടാകുന്നത് ഏകദേശം മൺസൂൺ അല്ലാത്ത സമയത്താണ്. ഒരു പ്രീ മൺസൂൺ, അതായത് മാർച്ച് ഏപ്രിൽ മാസം അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസം, ഈ സമയത്ത് ചുരുങ്ങിയ സ്ഥലത്ത് ഒരു 10 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 15 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ മിന്നൽ ചുഴികൾ ഉണ്ടാകുന്നത്. ഇതിനെ മിന്നൽ ചുഴിയൊന്നും പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് വ്യാപകമായിട്ട് നമുക്ക് ദൃശ്യമാകണം. അതായത് മഴയോടൊപ്പം ഈ കാറ്റിനോടൊപ്പം വലിയ തോതിലുള്ള ഈ ചെറിയ ഈ സർക്കുലേഷൻ, അതായത് വിൻഡിനൊരു പ്രത്യേക കാറ്റൊന്ന് കാണാം. അതുകൊണ്ട് അത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴമേഘങ്ങളുടെ ഘടനയും കൂടെ ഇതോടൊപ്പം പ്രശ്നമാണ്. ഞാൻ എത്താം ഡോക്ടർ ഫഹദ് മർസൂഖ്. ഇവിടെ ഡോക്ടർ അഭിലാഷ് പറയും മട്ടിൽ മഴയ്ക്കൊപ്പം കാറ്റ് പുതിയതല്ല, പക്ഷേ അന്നൊക്കെ അതൊരു പ്രദേശത്തേക്കൊക്കെ ഒതുങ്ങി നിന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ അസാധ്യ കാറ്റാണ്. വലിയ മരങ്ങൾ വീഴുന്നു, മതിലുകൾ ഇടിഞ്ഞ് വീഴുന്നു. ഇന്ന് ഒരു മതിലിടിഞ്ഞ് ഒരു അമ്മയും കുറച്ച് കുട്ടികളും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ഇന്ന് കൊച്ചി മെട്രോയിലേക്ക് ഒരു ടാർപ്പാട കഷ്ണം പറന്നു വീഴുന്നു, 15 മിനിറ്റോളം മെട്രോ തടസ്സപ്പെടുന്നു. അങ്ങനെ കേൾക്കാത്തതാണ് നമ്മൾ ഇക്കാലം അത്രയും. ശ്രീ ഫഹദ് മർസൂഖ്, കാലാവസ്ഥയിൽ നമ്മൾ ഈ പോയ ഓരോ വർഷം ഓരോന്ന് പുതിയതായി പഠിക്കുന്നുണ്ട്. ഇക്കുറി പഠിക്കേണ്ടത് മഴയ്ക്കൊപ്പം അതേ വേഗതയിലെത്തുന്ന ഈ കാറ്റ് ആണോ ശ്രീ ഫഹദ് മർസൂഖ്? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പം നേരത്തെ ഡോക്ടർ അഭിലാഷ് സാർ സൂചിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, പലതരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാറ്റ് നമ്മുടെ ഒരു പുതിയ പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും മൺസൂൺ സമയത്ത് ഈ പറഞ്ഞ ശക്തമായ കാറ്റ് നമുക്കുണ്ടാവാറുണ്ട്, ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസങ്ങൾ വരുന്നു. മഴയുടെ ഇൻറ്റൻസിറ്റിയുടെ സ്വഭാവം നിങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു.
അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ പ്രശ്നമല്ല ആക്ച്വലി. പക്ഷേ ഇപ്പോൾ നമുക്ക് വ്യാപകമായി കൂടുതൽ ഇൻറ്റൻസിറ്റിയോട് കൂടി ഈ കാര്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള ഒരു തയ്യാറെടുപ്പുകളും ഒരു തീരുമാനങ്ങളുമാണ് നമുക്ക് ഇതിൽ വേണ്ടത്. കാരണം ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങളെ നമുക്ക് തടുക്കാൻ യാതൊരു തരത്തിലും സാധിക്കില്ല. അത് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ, അതിനെ നേരിടുക എന്നല്ലാതെ നമുക്കത് ഇല്ലാതാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് അതിനോട് ഏത് തരത്തിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ കാര്യമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത്. അത് നമുക്കിപ്പോൾ കേരളത്തിലെമ്പാടും വലിയ മരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ വലിയ മരങ്ങൾ കേരളത്തിലെമ്പാടും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് പോലെ ഒരു ചുഴലിക്കാറ്റിൻ്റെയൊക്കെ സ്വഭാവത്തിൽ 50 കിലോമീറ്റർ വേഗതയിലൊക്കെ കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ കാറ്റ് വീശ മട്ടിലാവില്ല അത്. അപ്പം നമ്മൾ മാറിയ കാറ്റിനനുസരിച്ചുള്ള മുന്നൊരുക്കം കൂടി എടുക്കാൻ നമ്മൾ ബാധ്യസ്ഥമായിരിക്കണം അല്ലേ ഫഹദ്? തീർച്ചയായിട്ടും. ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് കാറ്റിൽ നമ്മൾ മരങ്ങൾ മാത്രമല്ല, മരങ്ങൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, ഹോർഡിങ്ങുകൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു സംസ്ഥാനം ചിലപ്പോൾ നേരിടാത്തൊരു പ്രശ്നമായിരിക്കും ഈ ചുറ്റുമതിലുകൾ. നമ്മുടെ ചുറ്റുമതിലുകളൊന്നും അത്രത്തോളം ബലത്തിലായിരിക്കില്ല ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ വീടുകളുടെയൊക്കെ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ മുൻകാലങ്ങളിൽ നേരിട്ടിട്ടുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ചില മുൻകരുതൽ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ ആളുകൾ ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ വർഷം നമ്മൾ കർശനമായി ഈ ഒരു മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജൂലൈ 5 തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നിരുന്നു. ആ യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് പൊതുസ്ഥലങ്ങളിലുള്ള ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ കൂതിയൊതുക്കാൻ വേണ്ട ഇടപെടലുകൾ അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണം എന്നാണ്. പക്ഷേ പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല നമുക്ക് മരങ്ങളുള്ളത്. നമ്മുടെ വീട്ടുവളപ്പിലുണ്ട്, നമ്മുടെ കൃഷിയിടത്തിലുണ്ട്, അങ്ങനെ പൊതുവെ നമ്മുടെ സ്കൂളുകളുടെ കോമ്പൗണ്ടിലുണ്ട്. അങ്ങനെ എല്ലായിടത്തും നമുക്ക് വലിയ രീതിയിലുള്ള മരങ്ങളുണ്ട്. അപ്പോൾ ആ മരങ്ങളോട് നമുക്ക് വലിയ സ്നേഹവുമാണ്. ആ മരങ്ങൾ, പ്രത്യേകിച്ച് പൊതുസ്ഥലങ്ങളിലൊക്കെയുള്ള മരങ്ങൾ വെട്ടാനൊക്കെ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ജനകീയമായി നമ്മളതിനെ പ്രതിരോധിക്കുന്ന സ്വഭാവമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ മരങ്ങൾ മുഴുവൻ പോയി വെട്ടണമെന്നുള്ളതല്ല, മറിച്ച് ആ മരങ്ങളുടെ ആരോഗ്യം നമ്മൾ പരിശോധിക്കുകയും മരങ്ങൾ അപകടാവസ്ഥയിലാണെങ്കിൽ അത് കോതിയൊതുക്കാനും അതിൻ്റെ അപകടാവസ്ഥയിലുള്ള ചില്ലകൾ വെട്ടാനുമുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതിന് നിയമപരമായ ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിയമപരമായ പഞ്ചായത്ത് ആക്ട് 238 വകുപ്പ് അനുസരിച്ചാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ചില ലിമിറ്റേഷൻസ് ഉള്ളത് മറികടക്കാൻ വേണ്ടി ദുരന്ത നിവാരണ നിയമം ഉപയോഗിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ നടപ്പിലാക്കണം. പക്ഷേ ഒരു സർക്കാർ സംവിധാനങ്ങൾ മാത്രം ചെയ്താൽ തീരുന്നൊരു കാര്യമല്ല ഇക്കാര്യം. ഈ കാര്യത്തിൽ നമ്മുടെ പൊതു ഇടത്തിൽ മാത്രമല്ല, നമുക്ക് മരങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പലതും നമ്മുടെ സ്വകാര്യ ഭൂമിയിലുള്ളതാണ്. അപ്പോൾ ഈ സ്വകാര്യ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിലും നമ്മുടെ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ കാര്യത്തിലാവട്ടെ, മറ്റു ഇത്തരത്തിലുള്ള മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള ബോർഡുകളോ ഹോർഡിങ്ങുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർമ്മിതികളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, പൊതുജനങ്ങൾ നിലക്ക് നമ്മൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. കാരണം നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഒരു അപകടാവസ്ഥയിൽ ഒരു തെങ്ങോ അല്ലെങ്കിൽ ഒരു മരമോ മറ്റൊരു വളപ്പിലേക്കായിരിക്കും ചിലപ്പോൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടാവുക. ഇത് വലിയൊരു മഴ പെയ്യുന്ന സമയത്ത് ഇത് മറിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് വീഴുകയും അവർ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലത് സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ ഭൂമിയിലുള്ളത് നമുക്ക് ജനങ്ങളെല്ലാവരുടെയും ഒരു എഫേർട്ടോട് കൂടി നമുക്കത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് ഇപ്രാവശ്യം നമ്മുടെ മഴ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് കുറയുമായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞും നമുക്ക് ഇനി ആക്റ്റീവ് സ്പെല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത നമ്മൾ കാണണം. പ്രത്യേകിച്ച് നമുക്ക് നേരത്തെ അഭിലാഷ് സാർ സൂചിപ്പിച്ച പോലെ 12% മഴ കുറവാണ് ഇതിനോടകം തന്നെ. പക്ഷേ അപ്പോൾ നമുക്ക് ഒരു മൺസൂൺ കഴിയുമ്പോഴേക്കും നമുക്ക് അധിക മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്. അതായത് സെപ്റ്റംബർ ആകുമ്പോഴേക്കും നമുക്ക് അധിക മഴയാണ് ലഭിക്കാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുള്ളത്, അല്ലെങ്കിൽ അവരുടെ പ്രവചനമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പക്ഷേ ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ വീണ്ടും വലിയ ആക്റ്റീവ് സ്പെല്ലുകൾ ഇനിയും ധാരാളം നമുക്ക് ഒരുപക്ഷെ ഉണ്ടാവും. അതിൽ നമുക്ക് ഇത്തരത്തിലുള്ള വലിയ കാറ്റോട് കൂടിയ മഴ തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഈ അപകട സാധ്യതയെ, കാരണം നമ്മൾ നോക്കിയാൽ ഇത്തവണ നമുക്ക് ഇതുവരെ പെയ്ത ഭാഗ്യവശാൽ നമുക്ക് ഇതുവരെ നമുക്ക് വലിയ അപകടങ്ങൾ, അതായത് ഉരുൾപൊട്ടലുണ്ടാവുക, വലിയ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ കാറ്റ് വീണ് മരം വീണുണ്ടായുള്ള അപകടങ്ങളുമാണ്. അത് ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് തന്നെ 10-16 മരണങ്ങളുമായി. ഞാൻ തമിഴ്നാട് പത്മനാഭനായി ഇന്നിപ്പോൾ 12,600 ചില്ലുവാനമാണ് ആശുപത്രിയിലേക്ക് എത്തിയ രോഗികളുടെ എണ്ണം. ഇന്ന് 4 പനിമരണങ്ങളാണ്. ഈ തുടരുന്ന മഴയുടെ കൂടപ്പുറപ്പാണ് രോഗങ്ങൾ വല്ലാതെ കൂടുന്നു. ശരാശരി ദിവസം 12,000 പേരെങ്കിലും ആശുപത്രിയിലാണ്. അത് സർക്കാർ ആശുപത്രി കണക്ക് മാത്രമാണ്. മരണങ്ങൾ ഉണ്ടാവുന്നു. മഴ തുടർച്ചയിൽ രോഗവ്യാപനത്തിൽ നേരിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമാകുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ ഡോക്ടർ? ഹാഷ്മി, ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം അന്തരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിശ്വകരനായിരുന്ന ഡോക്ടർ എം എസ് വലിയത്താന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ കാരണം ബെനിഫിറ്റ് ചെയ്യാത്ത ഒരു ഫാമിലി പോലും കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന
ഒരു മഹാസ്ഥാപനം അദ്ദേഹം കെട്ടിപ്പടുത്തു. അതും എത്ര വർഷം മുമ്പാണ് നമുക്കറിയാം. ചിത്ര വാൽവ് കണ്ടുപിടിച്ചു. അതുകൂടാതെ ബ്ലഡ് ബാങ്കിലേക്ക് യൂസ് ചെയ്യുന്ന ബ്ലഡ് ബാഗ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അതിലുള്ള ഡിസ്കവറി നടന്നത്. അങ്ങനെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി ഓരോ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയ വലിയൊരു വിശ്വകരൻ കടന്നുപോയ ഒരു ദിനമാണെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഈ പനിക്കാലം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് മഴ തുടങ്ങിയ ശേഷം പനികളുടെ എണ്ണം ക്രമാതീതമായി കൂടുകയാണ്. ഓരോ ദിവസവും 15,000, 20,000, ഒഫീഷ്യൽ കണക്കിൽ തന്നെ 12,000, 15,000 രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രം കണക്കാണിത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെയും ബാക്കി ഹോസ്പിറ്റലിൽ പോകാത്ത ആളുകളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ ആളുകൾ പനി ബാധിച്ച് ചികിത്സ തേടുന്നുണ്ട്. പലതരത്തിലുള്ള പനികളാണ്. ഒന്ന്, ഏറ്റവും സാധാരണയായിട്ട് എല്ലാ വർഷവും കാണുന്ന പോലെ ഇൻഫ്ലുവൻസ പനികൾ, വൈറൽ ഫീവർ നമ്മൾ സാധാരണ വിളിക്കുന്ന പനിയും തുമ്മലും ഒക്കെ വരുന്ന ഇൻഫ്ലുവൻസ ഫീവർ, ഡെങ്കിപ്പനി വളരെ കൂടുതലാണ്. അതുകൂടാതെ എലിപ്പനി ഉണ്ടാകുന്നു. അതുകൂടാതെ നമ്മൾ റെയറായിട്ട് കാണപ്പെടുന്ന മലേറിയ പോലെ പണ്ട് കാലത്ത് കേരളത്തിൽ ഒരിക്കലും കണ്ടുവരാത്തൊരു അസുഖമാണ് മലമ്പനി അഥവാ മലേറിയ. അമീബിക് എൻകെഫലൈറ്റിസ് എന്ന് പറയുന്ന അമീബ ബ്രെയിനിനെ ബാധിക്കുന്ന അസുഖം. അങ്ങനെ പലതരത്തിലുള്ള പനികൾ കേരളത്തിലെമ്പാടും വ്യാപിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഛർദി, അതിസാരങ്ങൾ, അതായത് ഫുഡ് പോയ്സണിങ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ. അങ്ങനെ പലതരത്തിലുള്ള പനികൾ വരുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, പ്രായമുള്ള ആളുകളുള്ളൊരു സമൂഹമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രഫിക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പനി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖത്തിൻ്റെ തീവ്രത കൂടുതലാണ്. 1. 2, ഇത്രയും രോഗികൾ ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ, ഒന്ന് മഴ കൊണ്ടുണ്ടാകുന്ന കെടുതികളൊന്ന്, അതിൻ്റെ കൂടെ പനിച്ച് കിടക്കുമ്പോൾ അവരെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരെ ചികിത്സിക്കാനുണ്ടാകാൻ വേണ്ടി വരുന്ന സംവിധാനങ്ങളുടെ എണ്ണം, അവരെ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനുമുള്ള ഒരു സ്ട്രെയിൻ വരികയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പനിയാണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കണം. ഈ പനികൾ അതിന് മുമ്പ് പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അസുഖം വരാതിരിക്കാൻ നോക്കണം. അതായത് ഈ പകർച്ചപ്പനികൾ എങ്ങനെ വരാതിരിക്കാമെന്ന് നോക്കണം. എസ്പെഷ്യലി ഡെങ്കിപ്പനിയാണെങ്കിൽ ഡെങ്കിപ്പനി വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക. അത് മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തരത്തിലുള്ള രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ രോഗികൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഹോസ്പിറ്റൽ സിസ്റ്റത്തെ ഓവർലോഡ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുന്നു. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതുപോലെ കറക്റ്റായിട്ട് സമയത്ത് അസുഖം കണ്ടുപിടിച്ച് അവരെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യുന്നു. ഓക്കെ ഡോക്ടർ, ഇതാ ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന വാർത്ത മലപ്പുറത്ത് പ്രാദേശിക അവധിയാണ് നാളെ. അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. കനത്ത മഴയെ തുടർന്ന് മലപ്പുറം ജില്ലയിലെ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ VR വിനോദ് നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. കോഴിക്കോട് നിന്ന് മിഥില പാലം കൂടിച്ചിരുന്നു. മിഥില, നേരത്തെ ഒരു ദൃശ്യം നമ്മൾ കണ്ടിരുന്നു. അത് റോഡിലേക്ക് ഇങ്ങനെ തീപ്പൊരികൾ ചിതറുന്ന ഒരു ദൃശ്യം. ആ ദൃശ്യം ഒന്ന് കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. മിഥില, ആ ദൃശ്യം എന്താണ്? അവിടുത്തെ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? അഷ്മി, ആദ്യം ആ ദൃശ്യത്തെക്കുറിച്ച് പറയാം. നാദാപുരം ടൗണിൽ ഉണ്ടായ ഒരു സംഭവമാണ്. റോഡിന് കുറുകെ ഉയരത്തിൽ കെട്ടിയ ഒരു കേബിൾ അതുവഴി ലോറി കടന്നുപോയപ്പോൾ നിലംപതിക്കുകയായിരുന്നു. ആ നിലംപതിച്ച ഉടൻ തന്നെ മറ്റ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ തന്നെയുള്ള ഒരു വ്യാപാരി അത് അവിടെ നിന്ന് മാറ്റുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി ഉഗ്രശബ്ദത്തോടെ തീപ്പൊരി ചിതറുകയായിരുന്നു. ഹോംഗാർഡ് ഉണ്ടായിരുന്നു, ഈ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു, അതുവഴി പോകുന്ന കാൽനട യാത്രക്കാരുണ്ട്, മറ്റ് ആളുകളെല്ലാം ഉണ്ട്. ഇവരെല്ലാം തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടതിനാൽ തന്നെയാണ് ഒരു വലിയ അപകടം ഒഴിവായത്. ഇനി മഴയിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ജില്ലകളിലും മിക്ക ജില്ലകളിലും മലബാറിലെ മിക്ക ജില്ലകളിലും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കോഴിക്കോട് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല. കലക്ടറുടെ ഒരു പ്രസ് റിലീസ് വന്നത് പ്രധാന അധ്യാപകർക്ക് അവധി തീരുമാനിക്കാം. അതത് സ്ഥലത്തെ പ്രാദേശികമായ സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് പ്രധാന അധ്യാപകർക്ക് അവധി നൽകാം എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കലക്ടറുടെ ഭാഗത്തും എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിൽ മഴയുണ്ടായിട്ടും നേരത്തെ അവധി പ്രഖ്യാപിക്കാത്തതിനെതിരെ വലിയ വിമർശനം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ കലക്ടറുടെ ഭാഗത്തും ഇത്തരം ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നത്. ജില്ലയിലെ മഴക്കെടുതികൾ ചർച്ച ചെയ്യാൻ വൈകിട്ട് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്ഥിതി മറ്റേതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ പൂർണ്ണമായും അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത്തരമൊരു തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ പ്രാദേശികമായി, അതായത് ഓരോ സ്ഥലത്തെയും സാഹചര്യങ്ങൾ നോക്കി അതത് പ്രധാന അധ്യാപകർക്ക്, പ്രിൻസിപ്പൽമാർക്ക്
ഇത്തരത്തിൽ അവധി നൽകാം എന്ന ഒരു തീരുമാനമാണ് കലക്ടറുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് കക്കയം ഡാമിലാണ്. കക്കയം ഡാമിൽ നേരത്തെ ബ്ലൂ അലേർട്ട് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അധിക ജലം തുറന്നുവിടുന്നതിന് മുന്നോടിയായിട്ടുള്ള രണ്ടാമത്തെ അലേർട്ടാണിത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റ്യാടി പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇന്ന് അതിശക്തമായ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നഗരത്തെക്കാൾ കൂടുതൽ പറയുകയാണെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലകളിലാണ് ഇത് കൂടുതൽ കെടുതികൾ ഇന്നുണ്ടാക്കിയിട്ടുള്ളത്. കുറ്റ്യാടി, നാദാപുരം, വടകര മേഖലകളിലൊക്കെയാണ് ഇത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കെടുതി ഉണ്ടായിട്ടുള്ളത്. കൊയിലാണ്ടിയിൽ ചുഴലിക്കാറ്റ് അടിച്ച ഒരു സാഹചര്യമുണ്ടായി. കക്കയം കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 7 ഹൈടെൻഷൻ വൈദ്യുതി തൂണുകൾ കടപുഴകി വീണിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലുള്ള വൈദ്യുതി ബന്ധമെല്ലാം പൂർണ്ണമായും താറുമാറായ ഒരവസ്ഥയായിരുന്നു. കാറ്റാടി മരങ്ങൾ കടപുഴകി വീണു. അതിന് അടുത്തുണ്ടായിരുന്ന ഈ ലൈഫ് ഗാർഡുകളെല്ലാം തന്നെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇതിലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. നേരത്തെ നമ്മൾ കണ്ടു ദൃശ്യങ്ങൾ, അത് മഴക്കാലത്തുണ്ടാവാനിടയുള്ള ഒരു അപകട ദൃശ്യങ്ങളാണ്. പ്രേക്ഷകർ സൂക്ഷിക്കണം, ജാഗ്രതപ്പെടണം എന്നുകൂടി സൂചനയാണ് കേട്ടോ ദൃശ്യങ്ങൾ. ഞാൻ ഡോക്ടർ അഭിലാഷിനെ കുറിച്ച് പോകുന്നു. ഡോക്ടർ അഭിലാഷ്, ഇവിടെ നമ്മൾ ഇന്ന് ഇവിടെ കൊച്ചിയിൽ കണ്ട കാഴ്ച, അതിനു മുമ്പ് അവധിയെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 4 ജില്ലകളിലാണ് നാളെ അവധി. അത് വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. പിന്നെ കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. മലപ്പുറത്ത് പ്രാദേശിക അവധി, പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവിടെ മാറ്റവുമില്ല. ഡോക്ടർ അഭിലാഷ്, നമ്മൾ കൊച്ചിയിൽ കണ്ടത് കൊച്ചി മെട്രോയുടെ പാളത്തിലേക്ക് ടാർപ്പായുടെ ഒരു പീസ് വന്ന് വീഴുന്നതും, എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മെട്രോയിൽ അങ്ങനെ എന്തെങ്കിലും വീഴുന്നത് കണ്ടിട്ടേ ഇല്ല. അത് കാറ്റിൻ്റെ തീവ്രതയാണെങ്കിൽ കൊച്ചിയിലെമ്പാടും വലിയ വലിയ ഹോർഡിങ്ങുകളാണ്. ഈ ഹോർഡിങ്ങുകളൊക്കെ ഏതോ കാലത്ത് വെച്ചതാണ്. അതിൻ്റെ ചട്ടക്കൂടെന്നൊക്കെ പറയില്ലേ, അതൊക്കെ അതിൻ്റെ ബലത്തെക്കുറിച്ചൊക്കെ ആർക്കറിയാം, എന്തറിയാം ഡോക്ടർ? അപ്പോൾ കുറച്ചുകൂടി കാറ്റിനെ മുൻനിർത്തി ജാഗ്രതപ്പെടേണ്ട സമയം കൂടിയാണ് ഡോക്ടർ അഭിലാഷ്. അതെ, തീർച്ചയായിട്ടും ഫഹദ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാറ്റിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ മഴയോടൊപ്പം, അത് പുതിയ പുതിയ സാഹചര്യങ്ങളാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 മാസത്തിന് മുമ്പ് മുംബൈയിൽ ഇതിനേക്കാളും വലിയ കൂറ്റൻ ഒരു ഹോൾഡിങ് താഴെ വീണിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇത്തരം ആഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഹോൾഡിങ്ങുകൾ ഉണ്ടാക്കുന്ന ഫ്രെയിമും ഒക്കെ എന്തായാലും 2-3 ഡെക്കേഡ് പഴക്കമുള്ള ഫ്രെയിമുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ കാലക്രമത്തിൽ അതിന് അപകട സാധ്യത കൂടുതലുമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നയരൂപീകരണത്തിലൊക്കെ ഇത്തരം ഹോർഡിങ്ങുകൾ ഉണ്ടാക്കുന്നതിന് കൂടുതലും പരസ്യമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട്, പലതരത്തിലുള്ള, അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങളും ഇപ്പോൾ, അല്ലെങ്കിൽ വീടുകളും മറ്റും ഏറ്റവും ടോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സയൻറ്റിഫിക്കായിട്ട് ചെയ്തില്ലെങ്കിൽ അതും ഇത്തരം വലിയ കാറ്റിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ കൂടുതൽ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അത് നഗരങ്ങളിലത് ഹോൾഡിംഗ് ആണെങ്കിൽ ഗ്രാമങ്ങളിൽ വലിയ മരം വീണാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം കാറ്റിൻ്റെയൊക്കെ പ്രശ്നം വരുമ്പോൾ വലിയ തോതിലുള്ള കൃഷിനാശം കൂടി ഒരു സൈഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് ഒരു മിന്നൽ ചുഴി എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതാണ്. അത് 10 സ്ക്വയർ കിലോമീറ്റർ 15 സ്ക്വയർ കിലോമീറ്റർ മാത്രമായിട്ട് ചുരുങ്ങി നിൽക്കുമായിരുന്നു. കൂടുതലും ചാലക്കുടി, തൃശ്ശൂർ ജില്ലയിലൊക്കെ ആയിരുന്നു ഈ മിന്നൽ ചുഴി അല്ലെങ്കിൽ ഇത്തരം കാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് കേവലം ഒരു തണ്ടർ സ്റ്റോം എന്ന് പറയും, ഒരു കൂമ്പാരം മേഘങ്ങളുടെ സാന്നിധ്യത്തിൽ വരുന്ന ഒരു ഡൗൺ ബേസ്റ്റാണ്, ഒരു വിൻഡ് ഗസ്റ്റാണത്. അതൊരു ചുരുങ്ങിയ പ്രദേശത്ത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം കണ്ടുവരുന്നത് കേരളം മുഴുവൻ വ്യാപകമായിട്ട് ഇത്തരത്തിൽ മിന്നൽ ചുഴിയെന്നൊന്നും അതിനെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം വലിയ മേഘങ്ങളോടൊപ്പം വരുന്ന 50 കിലോമീറ്റർ 60 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റ്, ഈ ഡൗൺ ബേസ്റ്റ് എന്ന് പറയുന്ന മേഘങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന കാറ്റ്, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചുഴലിക്കാറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ? പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഏതൊരിടത്ത് മാത്രമല്ല, അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. കാരണം ഈ മേഘങ്ങൾക്കും അതിലൊരു പങ്കുണ്ട്. കാരണം പണ്ട് കാലത്ത് നമ്മുടെ റീജിയനിൽ ഉണ്ടായിരുന്ന മൺസൂൺ സമയത്ത്, പ്രത്യേകിച്ചും മൺസൂൺ സമയത്ത്, അത് ഫഹദിനോട് ഈ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. മൺസൂൺ സമയത്ത് പണ്ട് കാലത്തുള്ള മേഘരൂപീകരണമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പണ്ടൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ വരെയൊക്കെ മേഘങ്ങളുടെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇപ്പം ഒരു ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഈ ഒരു സ്പെല്ല് മൊത്തം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആവറേജ്
ആവറേജ് ക്ലൗഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 8-12 കിലോമീറ്റർ, ആ ഒരു ആവറേജ് ഹൈറ്റാണ്. അത്രയും മുകളിൽ നിന്ന് വരുന്ന ഒരു വായുപ്രവാഹമാണ്. അതിനെ ഡൗൺ ബേസ്റ്റ് എന്നാണ്. ക്ലൗഡിനുള്ളിൽ നിന്ന്, മേഘത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു കാറ്റാണ്. അതും ഏകദേശം ഈ വലിയ മഴ പെയ്യുന്ന സമയത്ത് അതിൻ്റെ വേഗതയും മേളിൽ നിന്ന് വരുന്ന കാറ്റിൻ്റെ വേഗതയും ഒരു എന്താ പറയുക ഒരു 50-60 കിലോമീറ്റർ മേളിൽ നിന്ന് താഴോട്ടും വരാം. അപ്പോൾ ഈ കാറ്റും നമ്മുടെ മൺസൂൺ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടടിക്കുന്ന കാറ്റാണ്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു 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 പ്രതിഭാസമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു പരിധി വരെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘരൂപീകരണത്തെ, അത് പണ്ട് തൊട്ട് 2019 ഒക്കെ നമ്മൾ പറയുന്നതാണ് മേഘങ്ങളുടെ ഘടന മാറി. അത് കൂടുതൽ നമ്മൾ വിചാരിച്ചത് ഈ ലഘുമേഘ വിസ്ഫോടനമേ ഉണ്ടാകത്തുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം തന്നെ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊക്കെ കാലാവസ്ഥയിൽ പുതിയ രീതിയിൽ നമ്മുടെ കാലാവസ്ഥയിലെ പുതിയ പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം അക്കോമഡേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇതിനനുസരിച്ച് തന്നെ നമ്മുടെ കൃഷി രീതികൾ മാറാനുണ്ട്. അതുപോലെ തന്നെ നയരൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ നിർമ്മാണ മേഖലയിലും ഒക്കെ ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഇലക്ട്രിക് പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മരങ്ങൾ മൊത്തവും പോസ്റ്റിനും ലൈനും മുകളിലേക്ക് വീണുള്ള പ്രശ്നങ്ങളാണ്. KSEBക്ക് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു 2-3 മാസത്തെ കണക്കെടുത്ത്. അതോടൊപ്പം തന്നെ 16-17 ആൾക്കാർ ഇതിനോടകം തന്നെ കേരളത്തിൽ ഈ ഒരു സ്പെല്ലിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം വടക്കൻ കേരളത്തിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ്. അതുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴയുടെ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മുടെ ഒരു എറണാകുളം ജില്ലയ്ക്ക് തെക്കോട്ട് മഴയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇനിയും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇത്തരം ആക്റ്റീവ് സ്പെല്ല് ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് കാലത്തും ഒരു സീസൺ എടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ആക്റ്റീവ് സ്പെല്ലുണ്ടാകും. എന്ന് പറഞ്ഞാൽ 3-4 ദിവസം ഈ കാറ്റിൻ്റെ വേഗത 50 കിലോമീറ്ററിൻ്റെ മേളിലേക്ക് പോകും. അതൊരു പ്രവണതയാണ്. മൺസൂൺ ടൈമിലെ ഒരു ദീർഘകാലമായിട്ട് നമ്മൾ ശീലിച്ചതാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിലൊരു 10-12 ദിവസം തന്നെ ഇത്തരം ഒരു സാഹചര്യം ഇനി മൺസൂൺ ടൈമിൽ പ്രതീക്ഷിക്കാം. ശ്രീ ഫഹദ് മർസൂഖ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പണ്ടൊക്കെ മേഘവിസ്ഫോടനം എന്ന് കേൾക്കുന്ന ഉത്തരാഖണ്ഡിലോ മാത്രം സംഭവിക്കുന്നൊന്നും നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. ഉഷ്ണതരംഗം എന്ന് നമ്മൾ കേൾക്കുന്നതല്ലാതെ കേരളത്തിൽ അത് സ്ഥിരീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതൊക്കെ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. നമ്മൾ കാലാവസ്ഥയിൽ അതിൻ്റെ എക്സ്ട്രീംസിലേക്ക് വല്ലാതെ പോകുന്നു. അത് ഒഴിവാക്കാൻ കഴിയാത്ത, പക്ഷേ ഒഴിവാക്കാൻ കഴിയാവുന്ന പല കാര്യങ്ങളില്ലേ ശ്രീ മർസൂഖ്? ഇന്ന് ഇവിടെ മഴക്കാലത്തെ ജാഗ്രതാ മുന്നറിയിപ്പ് അവഗണിച്ച് സ്കൂൾ വാഹനങ്ങളുടെ അപകടപ്പാച്ചിൽ കണ്ട ദിവസം കൂടിയാണ്. കോഴിക്കോട് പാറക്കടവിൽ റോഡിലെ വെള്ളക്കെട്ടിലൂടെ സ്കൂൾ ബസ്സുമായി ഡ്രൈവറുടെ ഒരു സാഹസികയാത്ര കണ്ടു. അതുപോലെയാണ് കണ്ണൂർ ചമ്പാട് സ്കൂൾ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ വെള്ളക്കെട്ടിൽ ഇറക്കിവിട്ട കാഴ്ച കണ്ടു. പാനൂരിൽ ഒരു സ്കൂൾ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി നാട്ടുകാർ തള്ളിയാണ് ഇവരെ കരക്കെത്തിച്ചത്. നാദാപുരത്ത് വിദ്യാർത്ഥികളെ കുത്തിവെച്ച് വെള്ളക്കെട്ടിലൂടെ ഒരു ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവറെ കണ്ടു. പാലക്കാട് ആലത്തൂരിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞൊരു അപകടമുണ്ടായി. അത് ഡ്രൈവറുടെ കുറ്റമാണോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന എന്നാൽ ജീവൻ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒഴിവാക്കാൻ ആരാണത് കർശനമായി പറയേണ്ടത്? അത് പൊതുജനം ഏത് രീതിയിലാണ് അതിനെ സ്വീകരിക്കേണ്ടത്? ശ്രീ ഫഹദ് മർസൂഖ്. തീർച്ചയായിട്ടും അതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്നതെന്നുള്ള അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 ദിവസം വലിയ മഴ നമുക്ക് കിട്ടി. നമുക്ക് ഈ വലിയ മഴയിലാണ് നമുക്കിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ 15-16 മരണങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു സീസൺ നമ്മൾ പരിഗണിച്ചാൽ മെയ് മാസം മുതൽ അല്ലെങ്കിൽ മെയ് പകുതിയോടുകൂടിയാണ് നമുക്ക് മഴ തുടങ്ങുന്നത്. മെയ് അവസാനത്തോടുകൂടിയാണ് മഴ സജീവമാകുന്നത്. ഇന്ന് വരെയുള്ള കണക്ക് പ്രകാരം ഔദ്യോഗികമായി തന്നെ 58 മരണങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ മരണങ്ങളെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കൂ, ഈ 4-5 ദിവസം നമുക്ക് കൃത്യമായി അറിയാം എങ്ങനെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സീസണിൽ കാര്യമായി അങ്ങനെ വലിയ മഴയുണ്ടാകുന്ന സാഹചര്യങ്ങളായിരുന്നില്ല. പക്ഷേ പലപ്പോഴും ആളുകൾ അപകടത്തിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ജലാശയങ്ങളിൽ ഇറങ്ങുക, ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസിലും ഏർപ്പെടുക. അങ്ങനെ ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകി പോകുന്നുണ്ടെന്ന് കണ്ടാൽ അത് അല്ലെങ്കിൽ കേട്ടാൽ അത് ചിത്രീകരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കുക. അങ്ങനെ നമ്മളായിട്ട് അപകടത്തിൽപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും. നമ്മുടെ ഒരു സിവിക് സെൻസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്കൊരു ഉത്തരവാദിത്വ ബോധമില്ലായ്മയുടെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടേണ്ടുന്ന എല്ലാ മേഖലയിലും. ഇപ്പോൾ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അവരവരുടെ ഒരു സാഹസികത കാണിക്കുകയാണ്. വെള്ളക്കെട്ടുള്ളിടത്തേക്ക് വീണ്ടും യാത്ര ചെയ്യാൻ അത് അതോടൊപ്പം ഇതിപ്പോൾ കണ്ണൂർ ഇന്ന് രാവിലെ മുതൽ പെരുമഴയാണ്. അവിടുത്തെ സ്കൂളിൽ ഇന്ന് അവധി കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡ്രൈവറോട് അവരോട് ചോദിക്കുമ്പോൾ
ഈ കുട്ടികളെ എടുക്കേണ്ടതുണ്ട്, കുട്ടികളെ തിരിച്ചു വിടേണ്ടതുണ്ട്, ഞങ്ങൾക്ക് വേറെ വഴിയില്ല, ഞങ്ങൾ ഈ മഴയത്ത് റോഡിൽ ഇറക്കുന്നു എന്നൊരു ന്യായം അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മഴയുള്ള ജില്ലകളിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കളക്ടർമാർ അവധി പ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നുകൂടി ആ ദൃശ്യങ്ങൾക്ക് അർത്ഥമുണ്ട്. ശ്രീ ഫഹദ് മർസൂഖ്, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പ്രാദേശികമായ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ജില്ലാ കളക്ടർമാർ ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ മുന്നറിയിപ്പുകൾ മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരുപക്ഷെ മുന്നറിയിപ്പിനനുസരിച്ചുള്ള മഴ ലഭിക്കുന്നില്ല എന്നുള്ളത് കരുതിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ ചില തീരുമാനങ്ങളിൽ മാറ്റം വരുന്നതെന്നാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു ഓറഞ്ച് അലേർട്ടുള്ള ദിവസത്തിൽ വലിയ മഴ നമുക്ക് ആ ജില്ലയിൽ പെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഇത്ര മഴ പെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾ തന്നെ മാറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി മാറ്റം വരുന്നുണ്ട്. കാരണം ഇപ്പോൾ അടുത്ത 2 ദിവസം കൂടിയാണ് നമുക്ക് അലേർട്ടുകളുള്ളത്. ഒരുപക്ഷെ മഴയുടെ തോത് ഇന്നോ ഇന്നലെയോ പെയ്തതിനേക്കാൾ കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 4 ദിവസമായി നമുക്ക് വലിയ മഴ ലഭിച്ചിരിക്കുകയാണ് പലയിടത്തും. അപ്പോൾ ഇനി അടുത്ത ദിവസം പെയ്യുന്ന 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നമുക്ക് 20 സെൻറ്റിമീറ്റർ മഴ പെയ്താൽ നമ്മൾ റെഡ് അലേർട്ട് എന്ന് പറയുക. ചിലപ്പോൾ നാളെ നമുക്ക് 10 സെൻറ്റിമീറ്റർ മഴയായിരിക്കും പെയ്യുന്നുണ്ടാവും, മറ്റന്നാൾ നമുക്ക് ചിലപ്പോൾ 6 സെൻറ്റിമീറ്റർ മഴയായിരിക്കും പെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പെയ്യുന്ന മഴ കഴിഞ്ഞ ദിവസം പെയ്തതിനേക്കാൾ അപകടകാരിയാവുന്ന സാഹചര്യമാണ് നമുക്ക് ഉണ്ടാവുക. കാരണം നമ്മുടെ മണ്ണ് കുതിർന്നു നിൽക്കുകയാണ്, നമ്മുടെ ജലാശയങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പെയ്യുന്ന മഴ കൂടി നമ്മൾ പല കാര്യങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന എല്ലാ ആശ്വാസങ്ങളും വരും കിട്ടുന്നുണ്ട്. നീലഗിരി അഗുബ മേഖലയിലൊക്കെ പെയ്ത മഴയ്ക്ക് കയ്യും കണക്കില്ല. പിന്നെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗിക സ്രോതസ്സുകൾക്ക് പുറത്തുള്ള മഴ വിവരങ്ങൾ കൂടി നമ്മൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഹാഷ്മി തന്നെ സംസാരിക്കുമ്പോൾ ഇൻട്രോയിൽ പറഞ്ഞു പെയ്യുന്ന മഴയുടെ അളവ് കുറവാണെന്ന്. യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കുന്നത്. നമ്മൾക്ക് സ്ഥിരമായി മഴ ലഭിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അളവ് മാപിനികളുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് മഴ കുറവായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നെ വയനാട് ജില്ലയിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ചില സന്നദ്ധ സംഘടനകളുടെ അവരുടെ മഴ മാപിനികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ട് കഴിഞ്ഞ 4 ദിവസം കൊണ്ട് മാത്രം 800 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തപ്പെട്ട സ്ഥലങ്ങളുണ്ട് വയനാട് ജില്ലയിൽ, വയനാടിലെ മലയോര മേഖലയിൽ. അപ്പോൾ ആ മഴ എന്ന് പറയുന്ന സംഗതി, ഈ മഴ പെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വനപ്രദേശത്തായിരിക്കും അല്ലെങ്കിൽ ആൾ താമസമില്ലാത്ത സ്ഥലത്തൊക്കെയായിരിക്കും. പക്ഷേ ഈ വെള്ളമെല്ലാം നമുക്ക് നമ്മുടെ ജലാശയങ്ങളിൽ എത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ചുകൂടി അതിർത്തി ജില്ലകളിൽ പെയ്യുന്ന സാഹചര്യം, അതുപോലെ അതിർത്തി സംസ്ഥാനത്തെ നമ്മളോട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിൽ പെയ്യുന്ന മഴയുടെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നാണ്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻഫോഴ്സ് ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചാൽ പോലും ചിലപ്പോൾ എൻഫോഴ്സ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമായിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാ സ്ഥലങ്ങളും പിന്നെ ഒരുപക്ഷെ സ്കൂൾ അടച്ചിട്ടില്ല, ഇപ്പോൾ നാളെ പ്രധാന അധ്യാപകരുടെ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ തീരുമാനം എടുക്കാൻ നമ്മൾ പറഞ്ഞൊന്നും കരുതുക. അപ്പോൾ ആ സ്കൂളിലേക്ക് ഇത്തരത്തിലൊരു അപകട സാധ്യതയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാറി നിൽക്കണം. ഇപ്പം ബസ് ഡ്രൈവർ പിന്നെ അവരുടെ വാഹനത്തിനും അപകടം ഉണ്ടാവുകയാണല്ലോ. അവരുടെ കൂടെ അവർ കൊണ്ടുപോകുന്ന 10, 20, 30 വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ ഉത്തരവാദിത്തം അവരുടെ മേലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നിർവഹിക്കാതിൻ്റെ അപ്പുറത്തേക്ക് ഇത് ബസ് ഡ്രൈവറുടെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാ സംവിധാനങ്ങളുടെയും സർക്കാരിൻ്റെയോ പൊതുജനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏത് തരത്തിലുള്ള സംവിധാനങ്ങളും ആ ഉത്തരവാദിത്വ ബോധം നമ്മൾ കാണിക്കണം. ആ ഉത്തരവാദിത്വ ബോധത്തോടൊപ്പം സർക്കാരിൻ്റെ സംവിധാനങ്ങൾ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കാണിക്കാൻ ആ ഒരു ധാരണയും ഒരു തീരുമാനങ്ങൾ എടുക്കാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാറും. ചിലയിടങ്ങളിൽ ഈ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ് കൊടുക്കാതിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട പരീക്ഷകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം ഈ പറഞ്ഞ സുരക്ഷാ കാരണങ്ങളുണ്ട്. അതിലിപ്പോൾ വരുന്നൊരു നല്ല തീരുമാനം, സ്കൂൾ അവധി പ്രധാനാധ്യാപകർക്ക് തീരുമാനിക്കാമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ തീരുമാനം വരുന്നുണ്ട്. ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാനാധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നാണ് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിക്കുന്നത്. അതൊരു നല്ല മാതൃകയാണ് എന്ന് തോന്നുകയുമാണ്. ഞാൻ ശ്രീ പത്മനാഭകൃഷ്ണനിലേക്ക് എത്തും മുമ്പ് ഷഹദ് റഹ്മാനിലേക്ക് പോകുന്നു. ഷഹദ്, നമ്മൾ മലപ്പുറം തിരൂരങ്ങാടി അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന് കണ്ടതും അസാധ്യമായ മഴയാണ്. ഈ രാത്രിയുടെ കാഴ്ച എന്താണ് ഷഹദ്? ഹാഷ്മി, ഏറ്റവും പുതിയൊരു വാർത്ത മലപ്പുറം ജില്ലയിൽ നിന്ന് പങ്കുവെക്കാനുള്ളത്, അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കനത്ത മഴയെ തുടർന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന് കാരണമായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഈ കൊണ്ടോട്ടി മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ള പുഴകളൊക്കെ തന്നെ നിറഞ്ഞു കവിഴുന്ന ഒരു സാഹചര്യവുമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ അരീക്കോട് അതുപോലെ തന്നെ കൊണ്ടോട്ടി
കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം ഈ അവധി ബാധകമാണ്. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് എന്നാൽ മാറ്റമില്ല. അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിലെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന അറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അല്പസമയം മുൻപ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇനി ഹാഷ്മി പറഞ്ഞതുപോലെ തന്നെ ജില്ലയിൽ ഈ നഗരമേഖലയിൽ ഇടവിട്ടുള്ള മഴയാണ് പെയ്യുന്നതെങ്കിൽ മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകളോട്, പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചൽ അതിവ്യാപകമായിട്ട് ജില്ലയിൽ ഉടനീളമുണ്ട്. അതുപോലെ തന്നെ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ നാടുകാണി ചുരത്തിൽ ഇന്ന് ഈ ജാറത്തിന് സമീപത്ത് റോഡിൽ വിള്ളൽ വീണ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിലാണ് വിള്ളൽ വീണിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ അല്പസമയം മുൻപ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ റിബൺ കെട്ടി, അതായത് ചുവന്ന റിബൺ കെട്ടി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോഡിനോട് അരികു ചേർന്ന് ഒരിക്കലും സഞ്ചരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. നാളെ അവിടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ മണ്ണിടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെയുള്ള യാത്ര അത് വലിയ അപകടം പിടിച്ചതാണ്. അപ്പോൾ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, അത് ഒഴിവാക്കാൻ പറ്റാത്ത യാത്ര മാത്രം ചെയ്യുക, അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ പരമാവധി ശ്രദ്ധിക്കണം എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയോടെ ഒരു വീട് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ വാഹനത്തിന് മുകളിലേക്കും, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുകളിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ വീടുകൾ ഇടിഞ്ഞു വീഴുന്നതും മണ്ണുകൾ ഇടിഞ്ഞു വീഴുന്നതും ഒക്കെ തന്നെ തുടർച്ചയായി ജില്ലയിൽ കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ പരമാവധി ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കുന്നത്. രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നാണ്. രാഹുൽ, ഇടുക്കിയിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടെ നല്ല മഴയാണ്. ഗ്യാപ്പ് റോഡിലൊക്കെ മണ്ണിടിച്ചിൽ മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. എന്താണ് ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ രാത്രി കാഴ്ച, രാഹുൽ? ഹാഷ്മി, പൊതുവേ മഴയ്ക്കൊരൽപ്പം ശമനമുണ്ട്. പക്ഷേ മൂന്നാർ മേഖല പ്രത്യേകമായി പരിഗണിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ പ്രത്യേകമായി നോക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഇപ്പോൾ ദേവികുളം താലൂക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചിന്നക്കനാൽ പഞ്ചായത്തിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഇന്ന് ആ നിരോധനം ലംഘിച്ചുകൊണ്ട് ചിന്നക്കനാലിലെ ഒരു സ്വകാര്യ സ്കൂളിലെ സ്കൂൾ ബസ് അതുവഴി കടന്നു പോകാൻ ശ്രമിച്ചിരുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. കാരണം ഇന്ന് ആ സ്കൂളിന് അവധി കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ആ വഴി പോയേ മതിയാകുകയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ബസ് അതിൽ ഓടിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് ഇപ്പോൾ അവധി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചെറിയ മഴയാണെങ്കിൽ പോലും മൂന്നാറിൽ ഒരു കുറച്ചു നേരം പെയ്തു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാപകമായിട്ട് തന്നെ അത് മൂന്നാർ മേഖലയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ഒരു ക്യാമ്പും ഇപ്പോൾ മൂന്നാർ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 33 പേരായിരുന്നു ഇന്നലെ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത്. ചില ആളുകൾ അതിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് മഴ ഒരൽപ്പം തോർന്നപ്പോൾ. പക്ഷേ വീണ്ടും മഴ പെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും ഡാമുകളിലൊന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട അളവിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടില്ല. പക്ഷേ പരിഗണിക്കേണ്ട, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് തന്നെയാണ്. കാരണം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ വർഷം മഴ കുറച്ചാണ് പെയ്തിരിക്കുന്നത്. എങ്കിൽ കൂടിയും കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഉണ്ടായിരുന്ന ജലനിരപ്പിനേക്കാൾ ഏകദേശം ഒരു 30 അടിയോളം ജലനിരപ്പ് ഇപ്പോൾ കൂടുതലാണ്. അതായത് റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും പെട്ടെന്ന് പെയ്യുന്ന ചെറിയ മഴയാണെങ്കിൽ കൂടിയും അത് ഡാമിൻ്റെ നീരൊഴുക്ക് കൂടുന്നു, ഡാമിലേക്കുള്ള നീരൊഴുക്ക് കൂടുന്നു, ജലനിരപ്പ് പെട്ടെന്ന് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഭരണകൂടം ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ ജലനിരപ്പിന്റെ അളവ് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്തായാലും മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. രാത്രി യാത്രയ്ക്ക് ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുള്ളതിനാൽ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ നാളെ ലീവ് വേണമെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂരിന് വേണ്ടിയുള്ള അവധിക്കുള്ള മുറവിളിയാണ്. കുട്ടികൾ ആവണം കൂടുതൽ, കുട്ടികൾക്ക് അവധിയോടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നു എന്നതിനപ്പുറം അവിടുന്ന് ഇന്നിപ്പോൾ കണ്ണൂർ കണ്ടതുപോലെ വലിയ മഴ പെയ്യുകയും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ കളക്ടർമാർ നോക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഞാൻ ഡോക്ടർ പത്മനാഭ ഷാണിലേക്ക് ഡോക്ടർ പത്മനാഭ ഷാണായി, ഇവിടെ കളമശ്ശേരി നഗരസഭാ പരിധിയിൽ മാത്രം ഡെങ്കിപ്പനി പിടിച്ചവരുടെ എണ്ണം 200 മുകളിലാണ്. അസുഖം വന്നവരോട് ചോദിച്ചാലോ അങ്ങേയറ്റം തളർത്തിക്കളയുന്ന മട്ടിലാണ് ഈ സീസൺ ഡെങ്കി.
എലിപ്പനി വേറെയാണ്. അതിലൂടെ നല്ല മരണങ്ങൾ അതിന് സംഭവിക്കുന്നുണ്ട് ഈ മാസങ്ങളിൽ. സാർ, ഈ രോഗം വരാതിരിക്കാനും വന്നാലും എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികൾ പ്രേക്ഷകർ കരുതിയിരിക്കേണ്ടത് എന്താണ്? ഡോക്ടർ പത്മനാഭ ഷേണായി. ഒരു മഴക്കാലത്ത് നമുക്കറിയാം എപ്പോഴും മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ വളരെ കൂടുതലായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മഴക്കാലത്ത് കാണുന്ന രോഗം നമുക്കറിയാം ഇൻഫ്ലുവൻസ പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ മാസങ്ങളിലാണ്. ഇൻഫ്ലുവൻസ വൈറൽ പനി, സാധാരണ വരുന്ന വൈറൽ പനി ഏറ്റവും കൂടുതൽ കാണുന്ന ഈ സീസണിലാണ്. രണ്ട്, ഡെങ്കിപ്പനിയുടെ ഒരു തുടക്കവും ഇപ്പോൾ തന്നെയാണ്. കാരണം വെള്ളം കെട്ടിക്കിടക്കും, മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഡെങ്കിപ്പനി, അതിൽ കൊതുകുകൾ മുട്ടയിടും. കൊതുകുകൾ മുട്ടയിട്ട് കഴിയുമ്പോൾ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട്. ഡെങ്കിപ്പനിയാണ് ഉള്ള പനികളിൽ ഏറ്റവും വൺ ഓഫ് ദ സീരിയസ്. പിന്നെ മൂന്നാമത്തത് ലെപ്റ്റോസ്പൈറോസിസ് അഥവാ എലിപ്പനി. എലിപ്പനി പടരുന്നതും പലപ്പോഴും ആളുകൾ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ മുറിവുണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് എലിപ്പനിയും പകരുന്നത്. അപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന പനികളാണ് ഇതെല്ലാം തന്നെ. എലിപ്പനിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഡെങ്കിപ്പനിയാണെങ്കിലും മഴയുമായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതുമായിട്ട് ക്ലോസ്ലി ലിങ്ക്ഡ് ആണ്. പിന്നെ നാലാമത്തത് നമ്മുടെ ഡയറിയ പോലെയുള്ള അസുഖങ്ങൾ. കാരണം ശുദ്ധജലം കിട്ടാതാകുമ്പോൾ ഈ വാട്ടർ കണ്ടാമിനേഷൻ വരുന്നു. വാട്ടർ കണ്ടാമിനേഷൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധജല സ്രോതസ് മലിനമാകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വെള്ളം കുടിക്കുമ്പോഴോ അങ്ങനെ അതിൽ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴോ ആളുകൾക്ക് ഛർദ്ദി അതിസാരവും ഡയറിയൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. അപ്പോൾ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഡെങ്കി വരാൻ സാധ്യതയുണ്ട്, അതിന് ഡ്രൈ ഡേ ആചരിക്കുക. ഇൻഫ്ലുവൻസ വരാതിരിക്കണമെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻ ഉണ്ട്. ആളുകൾ എസ്പെഷ്യലി എൽഡർലി ആയിട്ടുള്ള ആളുകൾ, പ്രായമുള്ളവർക്ക് നമ്മൾ അവരെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാക്സിൻ, ഇപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ അവൈലബിൾ ആണ്. 60 വയസ്സിന് മുകളിലുള്ളവർ, അല്ലെങ്കിൽ കോമോർബിഡിറ്റീസ്, അതായത് മറ്റസുഖങ്ങൾ, അത് ഹാർട്ടിനോ ലങ്സിനോ ഷുഗർ ഒക്കെ കൂടുതലായിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി വാക്സിൻസ് അവൈലബിൾ ആണ്. എലിപ്പനിക്കാണ് എലിപ്പനിയുടേതായിട്ടുള്ള പ്രിക്കോഷൻസ് നമുക്കറിയാം. ഷൂസ് ധരിക്കണം, അല്ലെങ്കിൽ എലിപ്പനി വരാതിരിക്കാനായിട്ട് നമ്മൾ പാടത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഡോക്സിസൈക്ലിൻ ഗുളിക കഴിക്കണം. അപ്പം ഇതിനുള്ള മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഇത് ഗ്രൗണ്ട് ലെവലിൽ ഈ മെസ്സേജ് എത്തേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് നമ്മളിപ്പോൾ ഓരോരോ തരം പനി, ഇപ്പോൾ മസ്തിഷ്ക ജ്വരം അടക്കം ഓരോരോ ടൈപ്പ് പനികൾ. ആ മസ്തിഷ്ക ജ്വരം കുറച്ച് കുട്ടികളിലേക്ക് മാത്രം നിൽക്കുന്നത് ആശങ്കാജനകമാവണ്ണം അങ്ങനെ കൂടുതൽ പടർന്നു കണ്ടില്ല. മാത്രമല്ല അതിനുള്ള മരുന്ന് വരികയും ചെയ്തു. അതല്ലാതെയുള്ള ഒരുപാട് പനികൾ നമ്മൾ കേൾക്കുകയാണല്ലോ, ഇതുവരെ കേൾക്കാത്ത പനികൾ. അതിപ്പോൾ നേരത്തെയും അത്തരം പനികൾ വന്നു പോകുന്നതാണോ, അതോ നമ്മൾ ഇത്തവണ അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ കൃത്യമായ ഡയഗ്നോസ് ഉണ്ടാവുന്നത് കൊണ്ടാണോ കൂടുതൽ പനികളുടെ പേര് കേൾക്കേണ്ടി വരുന്നത്? ഡോക്ടർ പത്മനാഭ ഷേണായി, ഞാൻ ചോദിച്ചാൽ മനസ്സിലായെന്ന് കരുതുകയാണ്. എലിപ്പനി ആണെങ്കിലും നമ്മുടെ ഇൻഫ്ലുവൻസ ആണെങ്കിലും ശരിക്കും ഇൻഫ്ലുവൻസ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മരണനിരക്ക് കൂടിയിട്ടില്ല. മരണനിരക്ക് ഒരുപോലെയാണ്, പക്ഷേ ഇൻഫെക്റ്റഡ് ആകുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്, കണ്ടുപിടിക്കുന്നത് കൂടുതലാണ്. പണ്ട് കാലത്ത് H1N1 ആണോ H5N1 ആണോ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. അവർ മരിക്കുന്നുണ്ട്. അത് എത്ര പേര് മരിക്കുന്നുണ്ടെന്ന് നമുക്ക്, അത് മരണനിരക്ക് കൂടിയിട്ടില്ല. കാരണം 100 പേർക്ക് 150 പേർക്കൊക്കെ അസുഖം ബാധിക്കുമ്പോഴാണ് ഒരാൾക്ക് അസുഖം സിവിയർ ആകുന്നതും അയാൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നതും. അല്ലാതെ ഇൻഫ്ലുവൻസ ഒരു കില്ലർ ഡിസീസ് അല്ല. പക്ഷേ ഇൻഫ്ലുവൻസ കില്ലർ ആകുന്ന ആർക്കാണ്? പ്രായമുള്ളവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക്, അനുബന്ധ രോഗങ്ങളുള്ളവർക്ക്, ഹാർട്ടിനോ ലങ്സിനോ ഒക്കെ അസുഖമുള്ളവർക്ക്, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖമുള്ളവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രായമുള്ളവരുടെ സമൂഹമാണ്. ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ, ഡെമോഗ്രഫിക്സ് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രായമുള്ളവരുടെ എണ്ണം കൂടുതലാണ്. പ്രായമുള്ളവർക്ക് ഈ അസുഖം വരുമ്പോൾ അവർക്ക് അസുഖം തീവ്രമാകാനും അസുഖം സിവിയർ ആയിട്ട് മരണത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസിന്റെ ക്യാപിറ്റലാണ്. ഹാർട്ട് ഡിസീസ് വളരെ ഉള്ളൊരു നാടാണ് നമ്മുടെ. അപ്പം കോമോർബിഡിറ്റീസ് കൂടുന്നു. നമ്മുടെ ആരോഗ്യം ജനറലി ഉള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ ഷുഗർ കൂടുതൽ, ഹാർട്ട് അറ്റാക്ക് കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് ചെറിയൊരു ഇൻഫെക്ഷൻ വരുമ്പോൾ തന്നെ പലപ്പോഴും അവർ ICUയിൽ അഡ്മിറ്റ് ആകാനും അത് മരണപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സമൂഹത്തിൽ എന്തൊക്കെ പ്രിവെന്റീവ് മെഷർ ചെയ്യാം എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നന്നായിട്ട് ചെയ്യാവുന്ന. പിന്നെ ഡെങ്കി ആണെങ്കിലും ഡെങ്കി കാരണം കുറച്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഡെങ്കി വരാതിരിക്കാനുള്ള വളരെ സിമ്പിളായിട്ടാണ്, കൊതുകിനെ നശിപ്പിച്ചാൽ മതി, കൊതുകടി കൊള്ളാതിരുന്നാൽ മതി, അതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. എലിപ്പനിക്ക് നമുക്കറിയാം ഡോക്സിസൈക്ലിൻ പോലെയുള്ള മരുന്നുകൾ ഈ വെള്ളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ലൊരു പ്രിവെന്റീവ് മെഷർ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് നോക്കാം. വന്നു കഴിഞ്ഞാൽ തന്നെ സിവിയർ ആയിട്ടുള്ള സിംറ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിട്ടുമാറാത്ത പനി, 3 ദിവസം കഴിഞ്ഞിട്ട് പനി മാറുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര ബോഡി പെയിൻ ആണ്, തുമ്മലില്ല, ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രശ്നമാണ്, അത് മൂക്കൊലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതിൽ വലിയ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള പനിയുണ്ട്, ദേഹം വേദനയുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടുക തന്നെ വേണം. ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകൾ, കോമോർബിഡിറ്റീസ് അസുഖമുള്ള ആളുകളോ അല്ലെങ്കിൽ അസുഖലക്ഷണം തീവ്രമായിട്ടുള്ള ആളുകളോ ഒരിക്കലും സ്വയം എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറയുകയായിരുന്നു മഴക്കാലത്തിനൊപ്പം ഉള്ളതാണ് ഈ രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങളിൽ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത്. വയനാട്, കണ്ണൂർ, പാലക്കാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്.
അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവിടെ മാറ്റമില്ല. മലപ്പുറം ജില്ലയിൽ അരീക്കോട്, കൊണ്ടോട്ടി ഉപജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് മഴ തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളിലെ സാഹചര്യം പരിശോധിച്ച് പ്രധാനാധ്യാപകർക്കോ പ്രിൻസിപ്പൽമാർക്കോ വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് അവധിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് കളക്ടർ അറിയിക്കുന്നുണ്ട്. ഇടുക്കി ദേവികുളം താലൂക്കിലെയും ചിന്നക്കനാൽ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അത് ഈ പറയുന്ന ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം തുടരുന്നതുകൊണ്ടാണ് ആ തീരുമാനം. അതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന അവധി അലർട്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത വയനാട് ദേശീയപാതയിൽ ഗതാഗത നിരോധനം എന്നുള്ളതാണ്. മുത്തങ്ങ മുതൽ മൂലഹള്ള ചെക്ക് പോസ്റ്റ് വരെയുള്ള അവിടെ വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പൊൻകുഴി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ റോഡിൽ വെള്ളം കയറുന്നതുകൊണ്ടാണ്. വെള്ളം ഒഴിയാത്ത സാഹചര്യത്തിലാണ് ഗതാഗത നിരോധനം. ഡോക്ടർ അഭിലാഷ്, ഇവിടെ ഇപ്പം ഇന്നലെയും ഇന്നുമൊക്കെ വടക്കൻ കേരളത്തിൽ നല്ല കനത്ത അസാധ്യ മഴയാണ്. 5 ദിവസം കൂടി മഴ പെയ്യും എന്നുള്ള കാലാവസ്ഥാ പ്രവചനമുണ്ട്. ആ ന്യൂനമർദ്ദ പാത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പം ഇമ്മീഡിയറ്റായി വരും ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ കണ്ടതുപോലെയുള്ള ഈ കനത്ത മഴ പ്രതീക്ഷിക്കണോ? വടക്കൻ കേരളത്തിൽ ഒരു മഴ സാഹചര്യമുണ്ട്. കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒക്കെ പ്രവചന പ്രകാരം നാളെയും കൂടി നമുക്ക് ഒരു ഓറഞ്ച് അലർട്ടിന് തുല്യമായിട്ടുള്ള മഴ. ഓറഞ്ച് അലർട്ട് എന്ന് പറയുമ്പോഴും ഇന്നത്തെ അവസ്ഥയെക്കാളും ഒരു കുറച്ച് മഴയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ 20-ാം തീയതി തൊട്ട് മഴയുടെ കാര്യത്തിൽ ഗണ്യമായ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം വടക്കൻ കേരളത്തെ സംബന്ധിച്ച് മഴ കുറയുന്നു എന്ന് പറയുമ്പോഴും നാളെ ഒരു ഓറഞ്ച് അലർട്ടിന് തുല്യമായിട്ടുള്ള മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 12 സെൻറ്റിമീറ്റർ മുതൽ ഒരു 20 സെൻറ്റിമീറ്റർ വരെയൊക്കെ മഴ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു മഴ കിട്ടിയാൽ പോലും ഇപ്പം മഴ കൂടുതൽ ലഭിച്ചതുകൊണ്ട് വടക്കൻ കേരളത്തിൽ അതുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതർവൈസ് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം ഓൺഗോയിങ് സ്പെല്ലിൻ്റെ ഒരു വലിയ തീവ്രത കുറഞ്ഞു വരുന്നതായിട്ടാണ് ആ ഒരു ട്രെൻഡ്. അത് 20-ാം തീയതി ആകുമ്പോഴേക്കും കൂടുതൽ ഈസി ചെയ്യും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഒക്കെ നൽകുന്ന പ്രവചന പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഫഹദ് മർസൂഖ്, ഇവിടെ താങ്കൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ മഴയിൽ ഇതുവരെ നമുക്ക് വലിയ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷേ എപ്പോഴും വയനാടൊക്കെ നല്ല ഇന്ന് രാവിലെയൊക്കെ പെയ്ത്തെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊരുവിടമെന്ന് പറഞ്ഞാൽ പോരാ, അസാധ്യ പെയ്ത്താണ്. രാത്രി മഴ, ഈ സമയത്ത് മഴ കുറച്ച് മാറി നിൽക്കുന്നു, ഏറ്റവും സന്തോഷം. പക്ഷേ ഈ പറഞ്ഞ ഉരുൾബാധിത മേഖലകളിലേക്കൊക്കെ ഫോക്കസ് പോകേണ്ട സമയമാണ് എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴ ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി പെയ്യുന്ന മഴ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇനി മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, നദിക്കരകളിൽ വെള്ളം കയറുക, അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ, നമുക്ക് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി ഇനി അങ്ങോട്ട് പെയ്യുന്ന മഴക്കാണ് ഉണ്ടാവുക. ഇതുവരെ പെയ്ത മഴ നമ്മുടെ ജലാശയങ്ങൾ നിറച്ചു, നമ്മുടെ മണ്ണ് കുതിർത്തു. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഇനി കരുതിയിരിക്കുന്നതും ജാഗ്രത പാലിക്കേണ്ടതും ഈ കാര്യത്തിലാണ്. അതുകൊണ്ട് അത്തരം ജാഗ്രത നിർദ്ദേശങ്ങൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ സുർജിത്ത് സൂചിപ്പിച്ചിരുന്നു ചില പ്രദേശങ്ങളിൽ ആളുകൾ മാറാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഇനി അങ്ങോട്ട് വരും. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഗൗരവമായിട്ട് നമ്മൾ എല്ലാവരും കാണണം. എന്നെ കേൾക്കുന്ന ആളുകൾ ദയവായി, നമ്മൾ ചിലപ്പം കഴിഞ്ഞ 2018-ലും 2019-ലും 2020-ലൊക്കെ വലിയ ക്രൈസിസ് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ പ്രദേശമോ അല്ലെങ്കിൽ നമ്മുടെ വീടോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ആ ഒരു മിഥ്യാ സുരക്ഷാബോധം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ മാറേണ്ട സ്ഥലത്താണുള്ളതെങ്കിൽ, നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ചെറിയ രീതിയിലെങ്കിലും ഉള്ള പ്രദേശത്താണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് മുന്നറിയിപ്പ് ലഭിക്കുന്ന സമയത്ത് മാറാൻ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അധികൃതരോട് സഹകരിച്ചുകൊണ്ട് മാറാൻ തയ്യാറാവണം. മാറി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അധികൃതർ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ഓഫീസിലോ ബന്ധപ്പെട്ടുകൊണ്ട് ക്യാമ്പുകൾ ആരംഭിക്കാനും അങ്ങോട്ട് മാറാനുമുള്ള, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ മാറുന്ന സാഹചര്യം നിർബന്ധമായി ഉണ്ടാവണം. നമ്മളെല്ലാവരും വളരെ എന്താ പറയുക, കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് സന്നദ്ധ പ്രവർത്തനത്തിലൊക്കെ വളരെയധികം ലോക ശ്രദ്ധ തന്നെ നേടിയിട്ടുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സന്നദ്ധ പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണിത്. അതായത് സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതെങ്കിലും ആളുകൾ അപകടത്തിൽപ്പെട്ടതിന് ശേഷം അവരെ രക്ഷപ്പെടുത്തുന്നതിൽ മാത്രമല്ല സന്നദ്ധ പ്രവർത്തനം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പല തോടുകളും കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തൂടെ റോഡുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ആ പ്രദേശത്തൂടെ പൊതുവെ സഞ്ചരിച്ച് പരിചയമില്ലാത്ത വാഹനത്തിൽ വരുന്ന ആളുകൾക്കൊക്കെ അത് അറിയണമെന്നില്ല. അപ്പോൾ നമുക്കവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് സൈനുകൾ നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചേക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഉത്തരവാദിത്തത്തോടു കൂടി അങ്ങനെ പ്രവർത്തിക്കുക കൂടി ചെയ്യണം. കൂടാതെ നമ്മൾ പേടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ നമ്മൾ സ്കൂളുകളുടെ കാര്യത്തിൽ നമുക്ക് അവധി കൊടുക്കാൻ പറ്റും, ആശുപത്രികളുടെ കാര്യത്തിൽ നമുക്ക് അവധി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആശുപത്രി വളപ്പുകളിലും പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ മരങ്ങളോ അതിനോട് ചേർന്നുള്ള വലിയ ഇലക്ട്രിക് പോസ്റ്റുകളോ വലിയ ഹോർഡിങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം അപകട സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ ഉടനെ തന്നെ സമയം കഴിയാണ്. അഭിലാഷ്, പത്മനാഭ, എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി നമ്മൾ ഈ ദിവസങ്ങൾ കണ്ട മഴയുടെ അതിതീവ്രതയുടെ താഴേക്കുള്ള ട്രെൻഡാണ്. എങ്കിൽ കൂടിയും കാറ്റിൻ്റെ സമയമാണ്, മഴയുടെ സമയമാണ്, പനിയുടെ സമയമാണ്.
സൂക്ഷ്മതയോടിരിക്കൂ, ജാഗ്രതയോടിരിക്കൂ. എന്തായാലും എൻകൗണ്ടർ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.